എം.എൽ.എമാരുള്ള ഘടകകക്ഷികളെ മാത്രമേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗൗനിക്കാറുള്ളൂ. ഭരണം നിലനിർത്താൻ അത് മതിയല്ലോ. എന്നാൽ ചെന്നിത്തല അങ്ങനെയല്ല. ഭരണമില്ലാത്ത കക്ഷികളെ കൂടെ നിർത്താൻ നിറയെ സ്നേഹവുമായി എവിടെ വേണമെങ്കിലും പോകും. ഗൗരിയമ്മയ്ക്ക് പിന്നാലെ ഇപ്പോഴിതാ CMBയെ കൂടെ നിർത്താൻ MV രാഘവനെ തേടി കണ്ണൂരിലും എത്തി ചെന്നിത്തല. Okay, Sugunan style. Sugunan style. Kuttiletta kolikku paattu paadanaasha ee chingandikku malayanaalum paarina dakkanaasha ee naattukaarkku muluvanum innu lottery kittanaasha mohangal how ennum kaasha ee naanage ennum paattum kuttum taalum velum naanage complete internet in chatting cheating naanage kaasullum kaatti kuttum temmaaditham naanage ee naanage kaadum melum maranju poye kalamage kulanju poye devanaadi kadiyinaare devam polum marandu poye ini endokke jagalan kirunde. കഴിഞ്ഞ ദിവസം അരവിന്ദാക്ഷം വിളിച്ചില്ലായിരുന്നോ? ഇന്നലെ വിളിച്ചേ അർത്ഥിക്കണം പോകാൻ പറ്റുമോ? അവിടെ ഇരിക്കാം. അങ്ങനെ അവർ അകത്തിരുന്ന് സംസാരിച്ചു. ഗൗരിയമ്മയെ പോലെ MVRും ചെന്നിത്തലയ്ക്ക് അത്രയ്ക്കങ്ങ് ചെവി കൊടുത്തില്ല. എന്നാൽ ചെന്നിത്തലയുടെ അഭിപ്രായത്തിൽ MVR അവിഭാജ്യ ഘടകമാണ് UDFന്റെ. കഴിഞ്ഞ ദിവസം CMBയുടെ പ്രതിനിധികളും മുഖ്യമന്ത്രിയും ഞാനും UDF കൺവീനറുമായിട്ട് സംസാരിച്ചിരുന്നു. CMBയും UDFന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അന്നത്തെ ആ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഞാൻ ഇന്ന് വന്ന് CMVRനെ കണ്ടത്. പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CMVRുമായി കൂടിയാലോചിച്ച ശേഷമേ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. മാത്രവുമല്ല CMBയുമായിട്ട് അങ്ങനെ യാതൊരു ഗുരുതരമായ അഭിപ്രായ വ്യത്യാസവും UDFന് ഇല്ല. UDFന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് CMB. അവരുമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അത് കഴിഞ്ഞ ദിവസം CMBയുടെ പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലും മുഖ്യമന്ത്രിയും ഞാനും UDF കൺവീനർ PP തങ്കച്ചനും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ആ കാര്യം നേരിട്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. CMBയും UDFുമായിട്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഇപ്പോൾ ഇല്ല. പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ച ശേഷം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. അതുവരെ എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് അദ്ദേഹവുമായിട്ടൂടെ കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. തന്നെയല്ല CMB ഇത് മാത്രമല്ല, CMBയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ബോർഡ്, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം തീർച്ചയായിട്ടും UDF പരിഗണിക്കും. UDFനെ സംബന്ധിച്ചിടത്തോളം CMB ഒരു നല്ല പങ്കാളിയാണ്. അത് ഒരു കാരണവശാലും അതിന് വിഘ്നമുണ്ടാകുന്ന ഒരു കാര്യവും ഇരു കക്ഷികളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന് MV രാഘവനോടും CMBയോടും നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം തുടരും, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ CMB പോളിറ്റ് ബ്യൂറോ അംഗം അരവിന്ദാക്ഷനും മറ്റും ഇക്കാര്യത്തിൽ തർക്കമുണ്ട്. ചെന്നിത്തല ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. പ്രശ്നം MVR തന്നെ പറയും. അത് കോൺഗ്രസ് നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചതെങ്കിലും ഇടതുപക്ഷ മുന്നണി UDFന് താല്പര്യമുണ്ട്. അത് സ്വാഭാവികമാണ്. അത് മാത്രമല്ല ഈ അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ PB ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അത് തർക്കമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾക്ക് ചിലത് നിലനിൽക്കുന്നുണ്ട്. പിണക്കം നോക്കി മാറിയാൽ ഞങ്ങൾ 26 കൊല്ലം ഏത് ഘടകകക്ഷികളിലും 26 കൊല്ലം. പക്ഷെ ഞങ്ങളെ അപമാനിക്കത്തക്ക രീതിയിൽ രാഷ്ട്രീയക്കാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു പാർട്ടി ഭരണമാണ്. അതെ, അപമാനിച്ചതിനൊന്നും ഒരു കണക്കുമില്ല. എന്തായാലും കോൺഗ്രസിന് ഇത് കഷ്ടകാലം തന്നെ. ഗൗരിയമ്മയും MVR മാത്രമല്ല, MR മുരളി പോലും വാളെടുത്തിരിക്കുന്നു. CPM പുറത്താക്കിയപ്പോൾ
പായ വിരിച്ച് ഊണും നൽകി ഷൊർണൂർ നഗരസഭാ ഭരണവും നൽകിയ ആളാണ് തിരിഞ്ഞുകൊത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ വിളിക്ക് കാതോർത്തിരിക്കുന്ന മുരളി കോൺഗ്രസുമായി ഇതാ അടി തുടങ്ങി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൊർണൂരിലെ JVS നേതാവായ ശ്രീ MR മുരളിയുടെ പാർട്ടിയുമായി കോൺഗ്രസ് ഭരണം പങ്കിടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രേഖാപരമായി കരാറുണ്ടാക്കി ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം ഭരണസമിതിയുടെ പകുതി ഭരണം 2.5 വർഷം JVS ചെയർമാനാകുകയും അതിന് 2.5 വർഷം പിന്നീട് 2.5 വർഷം കോൺഗ്രസ് ചെയർമാനാകുക എന്നതാണ് കരാർ. ആ കരാറനുസരിച്ച് ആദ്യം JVSന് വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ച് ആദ്യത്തെ 2.5 വർഷം JVS നൽകുകയും ശ്രീ MR മുരളി ചെയർമാനാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലാവധി ഈ മെയ് മാസം 10-നകം തീരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ മര്യാദ അനുസരിച്ച് ധാർമ്മികതയുടെ പേരിലും രാഷ്ട്രീയ മര്യാദയുടെ പേരിലും അദ്ദേഹം രാജിവെച്ച് കോൺഗ്രസിനെ ചെയർമാൻ സ്ഥാനം ഏൽപ്പിക്കുന്നതിന് തയ്യാറാകുകയാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി നഗരസഭാ ഭരണം മുന്നോട്ട് പോകുന്നത് ഒരു ധാരണയുടെയും അടിസ്ഥാനത്തിലല്ല. ഭരണം ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളും കോൺഗ്രസും തമ്മിൽ പ്രാദേശികമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ധാർമ്മികതയുടെ പേരിലും രാഷ്ട്രീയ മര്യാദയുടെ പേരിലും അദ്ദേഹം രാജിവെച്ച് കോൺഗ്രസിനെ ചെയർമാൻ സ്ഥാനം ഏൽപ്പിക്കുന്നതിന് തയ്യാറാകുകയാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി നഗരസഭാ ഭരണം മുന്നോട്ട് പോകുന്നത് ഒരു ധാരണയുടെയും അടിസ്ഥാനത്തിലല്ല. നഗരസഭയാണ്. ചെയർമാൻ സ്ഥാനം നിലനിർത്തണമെങ്കിൽ കടിപിടി അത്യാവശ്യമാണ്. എന്തായാലും ഒരു സംഘം മുൻ വിപ്ലവകാരികൾ കോൺഗ്രസിനെ പെരുവഴിയിലാക്കാൻ തീരുമാനിച്ചതിൽ ഇടതുപക്ഷം സംതൃപ്തരാണ്. നഗരസഭാ ഭരണത്തിലുള്ളവരായാലും സംസ്ഥാനം ഭരിക്കുന്നവരായാലും പോരുന്നെങ്കിൽ പോരട്ടെ എന്നാണ് പന്ന്യൻ സഖാവ് പറയുന്നത്. അല്ല, മുരളിയെപ്പോലുള്ള ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് അടുക്കുന്നതെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. CPI ആണോ CPM ആണോ എന്നുള്ള തർക്കമൊന്നും നമ്മൾ തമ്മിലില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനം കുറേ കൂടി ശക്തിപ്പെടുത്തണം, അടിത്തറ വിപുലീകരിക്കണം. അതിനാവശ്യമായ രീതിയിലുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരുപാട് സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. ആ സാധ്യതകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിൽ മുരളിയുടെ കാര്യം അങ്ങനെ ആയിരിക്കും, മറ്റു പലരുമുണ്ട്. ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആ മുന്നിൽ അടിത്തറ വികസിപ്പിക്കണം. അതിലേക്ക് വരുന്ന പാർട്ടികൾ, ഇഷ്ടപ്പെടുന്ന പാർട്ടികൾ, വ്യക്തികൾ, അവരൊന്നും നമ്മൾ നോക്കി മെറിറ്റ് നോക്കി അവരെടുക്കണോ തീരുമാനിക്കും. എല്ലാവരെയും വരുമ്പോൾ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് പലയിടത്തും ഇങ്ങോട്ട് വരുന്നുണ്ട് പലരും. നമ്മളാ ഇങ്ങോട്ട് വരുന്ന ആളുകളെയും നമ്മൾ വളരെ ആലോചിച്ചാണ് നമ്മൾ എടുക്കുന്നത്. മുന്നണി എന്ന് പറയുന്ന ഒരു ക്രെഡിബിലിറ്റി ഉള്ളൊരു പ്രസ്ഥാനമല്ലേ ഇത്. മുന്നോട്ട് 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 സഖാക്കളേ മുന്നോട്ട് 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 മുന്നോട്ട്. തൊഴിലാളികളെ തൊഴിലാളികളെ മനസ്സിൽ വിപ്ലവ തിരകളിരമ്പിടും മലയാളികളെ മലയാളികളെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. പോരട്ടെ, എല്ലാവരും പോരട്ടെ. എന്നിട്ട് വേണം ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കാൻ. എന്തായാലും ചെന്നിത്തലയുടെ കേരളയാത്ര കഴിയുന്നതുവരെ അതുണ്ടാകില്ലെന്ന പ്രതീക്ഷയോടെ ഇന്ന് വിടവാങ്ങുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം. പരിശുദ്ധമായ ഓർമ്മകൾ ഒരിക്കലും മായുന്നില്ല. ചുങ്കത് ജ്വല്ലറി ഏപ്രിൽ 7 മുതൽ കൊച്ചിയിലും. In association with Cheapas, for you, for life.
ചിക്കൻ ഫ്രൈഡ് ചിക്കൻ. ഈസി കുക്ക്, അടുക്കളയ്ക്ക് അലങ്കാരവും നിങ്ങൾക്ക് അഭിമാനവും. ഈസി കുക്ക്. ടിപ് ടോപ്പ് ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂം. ഫ്ലേവറിംഗ് യുവർ മൊമെന്റ്സ്. കൗല. സന്തുഷ്ടമായ ദാമ്പത്യത്തിന് ദിവ്യാമൃതം, ആയുർവേദത്തിൽ നിന്നും ആധുനിക ലോകത്തിനൊരമൃത്. നോൾട്ട വന്നതോടെ അടുക്കള ഒരു കൊട്ടാരമായി. നോൾട്ട കുക്ക്വെയർ സീരീസ് കാലം തോറും ചോദിച്ചുകൊണ്ടേയിരിക്കും. യൂറോടെക്, ദി കംപ്ലീറ്റ് ബാത്ത് സൊല്യൂഷൻസ്. സ്വർണ്ണപ്പണയം കൊശമറ്റത്തിലായ സ്വർണം എന്നും നമ്മുടേത്. കൊശമറ്റം ഫിനാൻസ്. ഇന്ദുലേഖ ബ്രിങ്ക ഹെയർ ഓയിൽ. എന്നും കരുത്തോടെ വളരുന്ന സത്യം ഇതൊന്നു മാത്രം.